ഹലോ, ഇന്ന് നമുക്ക് ഫോം ഷീറ്റ് വെച്ചിട്ട് നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ലാഭം തരുന്ന കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോ പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതായത് ഇതേപോലത്തെ ഒരു ഫോം ഷീറ്റും എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫോം ഷീറ്റാണ് കേട്ടോ. അങ്ങനെ ഗ്ലിറ്ററൊന്നും അങ്ങനെ ഇളകി പോരാത്ത തരത്തിലുള്ള ഒരു ഫോം ഷീറ്റാണ്. പിന്നെ ഞാൻ ആ കട്ട് ചെയ്തെടുത്ത ആ ഒരു പാറ്റേൺ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇതുപോലെ പെൻസിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വഴിയെ എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു പീസ് ഞാൻ വരച്ചെടുത്തു. ഇനി അടുത്തൊരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ വരച്ചതിൻ്റെ ചെറിയൊരു സൈസാണ് രണ്ടാമത് വരച്ചത് കേട്ടോ. അങ്ങനെ ഞാനെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് കട്ട് ചെയ്തെടുത്ത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കളറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കളറ് സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ അത് അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നല്ല അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. ഒന്ന് ചെറുത് ഒന്ന് വലുത് ആ രീതിയിലാവാതെ നല്ല കറക്റ്റ് സൈസിൽ കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറഞ്ഞ ചിലവിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അങ്ങനെ ഞാനിത് 3 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു പീസ് ഇതുപോലത്തെ ഒരെണ്ണം വേണം കേട്ടോ. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ആ ഒരു പീസ് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഈ വലിയൊരു പീസിലേക്ക് ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇതിനായിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണുള്ളത് അതെടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതവിടെ പിന്നെ നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു സമയം കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളകി പോരുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ കുറച്ച് ടൈം കൊടുത്താൽ അവിടെ നല്ലോണം ഒട്ടിക്കിട്ടും കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഉണ്ടാക്കിയെടുത്ത ആ ഒരു വലിയൊരു പീസ് ആ ഒരു പീസിൻ്റെ മേലെയായിട്ട് ഇതുപോലെ ഒട്ടിക്കുക. പിന്നെ ആ ചെറിയൊരെണ്ണം നമുക്ക് അതേപോലെ ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സെൻട്രലായിട്ട് ഒന്നും കൂടി ഒട്ടിക്കുക. പിന്നെ ലാസ്റ്റായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയൊരു പീസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ബോയ്ക്ക് ചുറ്റുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് നല്ല സെക്യൂറായിട്ട് അവിടെ നിൽക്കുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഇളകി പോരുമല്ലോ. അപ്പം അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെയർ ക്ലിപ്പാണ്. പിന്നെ ഇതേപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതില്ലെങ്കിൽ ടിക് ടാക്ക് എടുത്താലും മതിയാവും. പിന്നെ അതിലേക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെയർ ക്ലിപ്പാണ്. വെറും 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പം കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു ഹെയർ ക്ലിപ്പ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുതേ.